ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിലോട്ട് പറഞ്ഞത് മാരുതി സുസുക്കി ഒമിനിയാണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ടയർ നല്ല രീതിയിൽ തേഞ്ഞിട്ട് കസ്റ്റമർ ഇപ്പോൾ പുതിയ ടയർ ഇട്ടതാണ്. അതുപോലെ തന്നെ അലൈൻമെന്റ് ചെയ്യാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിന് ഒരു വൈബ്രേഷനും ഉണ്ട്. അപ്പൊ അതെന്താണ് കംപ്ലൈന്റ് എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോ വണ്ടിയുടെ അടിയിൽ വന്നിട്ടുണ്ട്. ഈ ടയറാണ് കസ്റ്റമർ പുതിയത് ഇട്ടേക്കുന്നത്. അതുപോലെ രണ്ടും പുതിയത് തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഈ സൈഡിലെ ടയർ കസ്റ്റമർ പറഞ്ഞ ഫുള്ളായിട്ട് തേഞ്ഞു പോയി എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അതുപോലെ തന്നെ ഓടിക്കുന്ന സമയത്ത് ഒരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതായത് ഓടിക്കുന്ന സമയത്ത് ഒരയുന്ന സൗണ്ട് കേൾക്കുന്നത് ഇങ്ങോട്ട് നോക്കിയാലും മനസ്സിലാവും. വീല് പോയിട്ട് ഈ ഭാഗത്ത് മുട്ടിയ പാടാണ് കാണുന്നത്. അതുകൊണ്ടാണ് വീൽ ഓടിക്കുന്ന സമയത്ത് അവിടെ പോയി മുട്ടുന്നത്. അപ്പൊ അത് മുട്ടാനുള്ള കാരണവും സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ചെയ്യാനുള്ള കാരണവും അതുപോലെ തന്നെ ടയർ തേയാനുള്ള കാരണവും നമുക്ക് നോക്കാം. ആദ്യം സ്റ്റിയറിംഗ് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യുമ്പോൾ ഇതാണ് ഇതിന്റെ സെൻട്രാം വരുന്നത്. ഈ സെൻട്രാമിന്റെ ബുഷ് പോയതാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് വണ്ടി ഷേക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അലൈൻമെന്റ് ക്ലിയർ അല്ലാതെ വരും. ഇതിന് ഷേക്ക് വരുമ്പോഴത്തേക്ക് ഇത് സ്റ്റിയറിംഗ് ബോക്സിലാണ് ഇതിന്റെ റോഡ് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിന്റെ സ്റ്റിയറിംഗ് ബോക്സ് വരുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റിലോട്ടുള്ള ടയറോഡിന്റെ കണക്ഷൻ പോകുന്നത് ഈ ഭാഗത്തു നിന്നാണ് പോകുന്നത്. ഇതും ഇങ്ങോട്ട് തന്നെയാണ്. ഇതിൽ നിന്ന് ഒരു ലിവർ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്നാണ് അതിന്റെ കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ബുഷ് പോയി കഴിഞ്ഞാൽ വരും. ഇത് നമുക്ക് സെറ്റായിട്ട് മേടിക്കാനും കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ ബുഷ് സെപ്പറേറ്റ് മേടിക്കാനായിട്ടും കിട്ടും. അപ്പൊ ഇതിന്റെ സ്റ്റിയറിംഗ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സ്റ്റിയറിംഗ് ഒന്ന് പ്ലേ ചെയ്തേ. സ്റ്റിയറിംഗ് പ്ലേ ചെയ്യുമ്പോൾ ഇത് അനങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ അനങ്ങുന്നത് വന്നു കഴിഞ്ഞാൽ വീല് കറക്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ആവില്ല. അതായത് വീൽ ഓടിക്കുന്ന സമയത്ത് ഇത്രയും പ്ലേ ഇവിടെ വരുമ്പോൾ കൂടുതലായിട്ട് വീല് വന്നിട്ട് ഈ ഭാഗത്ത് വന്ന് മുട്ടാൻ തുടങ്ങും. അങ്ങനെയാണ് ടയർ മുട്ടാനുള്ള ഒരു കാരണം. ഒന്ന് നല്ലപോലെ പ്ലേ ചെയ്തേ. ഇത് നല്ല രീതിയിൽ കിടന്ന് പ്ലേ ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് പ്ലേ മാത്രം ചെയ്താൽ മതി. പ്ലേ കണ്ടോ, നല്ല രീതിയിലാണ് ഇതിന്റെ ബുഷ് പോയി ഇരിക്കുന്നത്. അപ്പൊ ഇത് സെൻട്രാം അയച്ചിട്ട് ഇതിന്റെ ബുഷ് നമുക്ക് മാറി വിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലേ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടത്തിൽ സ്റ്റിയറിംഗ് കറക്റ്റ് കൺട്രോൾ അല്ലാത്ത ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഫുൾ ഓടിക്കുന്ന സമയത്തൊക്കെ ഒരേന്ന് സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കിടന്ന് തുള്ളുന്ന പോലൊക്കെയുള്ള ഫീല് കറക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ വണ്ടി നമ്മൾ സ്റ്റിയറിംഗിന് കൈ എടുക്കുന്ന സമയത്ത് തന്നെ വലിച്ചോണ്ട് പോകുന്ന ഒരു ഫീലും ഈ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കിട്ടും. ഒന്നുകൂടെ പ്ലേ ചെയ്തേ. ഓക്കെ മതി. അപ്പൊ നമ്മളിപ്പോ കണ്ടാണ് സ്റ്റിയറിംഗ് പ്ലേ ചെയ്യുന്ന സമയത്ത് ആ സെൻട്രാം ബുഷ് വന്നിട്ട് നല്ല രീതിയിൽ പ്ലേ ആവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ടയർ നല്ല രീതിയിൽ തേയും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൂടുതൽ പ്ലേ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഓൾറെഡി ഒമിനിക്ക് ഒരു ചെറിയ പ്ലേ കൂടുതലാണ്. അപ്പൊ നല്ല രീതിയിൽ പ്ലേ വരുന്നതായിട്ടും ഈ സെൻട്രാം ബുഷ് പോയി കഴിഞ്ഞാൽ വരും. അതുപോലെ തന്നെ ടയർ തേയ്മാനം വരും. വണ്ടിക്ക് സ്റ്റിയറിംഗ് വൈബ്രേഷൻ വരും. അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒക്കെ വണ്ടി വലിച്ചു പോകുന്ന ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഈ സെൻട്രാം കൊണ്ട് വരും. അപ്പൊ ഈ ഒരു കാര്യം ഇങ്ങനെ സ്റ്റിയറിംഗിന് പ്ലേ കൂടുതലാണെങ്കിൽ ഈ ഒരു സെൻട്രാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് ബുഷ് ആണെങ്കിൽ ബുഷ് മാറ്റിവിടുക, ഇല്ലെന്നുണ്ടെങ്കിൽ അസംബ്ലി ആണെങ്കിൽ അസംബ്ലി മാറ്റിവിടുക. ഇതിന് ബുഷും സെപ്പറേറ്റ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒമിനിയുടെ ആ ഒരു സ്റ്റിയറിംഗ് വൈബ്രേഷനും അതുപോലെ തന്നെ ടയർ തേയ്മാനത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.